ക്രേ പേപ്പർ വെച്ചിട്ട് ഒരു റെഡ് കളർ റോസ് ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രേ പേപ്പർ ഇതാ ഇതുപോലെ മൂന്നായിട്ട് മടക്കിയിട്ട് അതിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊരു പെറ്റലിൻ്റെ ആകൃതിയിലൊന്ന് മുറിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 6 പെറ്റൽ കിട്ടും കേട്ടോ. നമ്മൾ നമ്മുടെ റോസ് ഉണ്ടാക്കാനുള്ള ഓരോ പെറ്റൽസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഈ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ മടക്കിയ വശം ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഓരോ പെറ്റൽസായി. എന്നിട്ടത് തിരിച്ചും മറിച്ചും അതിൻ്റെ കറക്റ്റ് നല്ല വശമൊക്കെ നോക്കിയെടുത്ത് വെക്കുക. പിന്നെ ഇതാ കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ടുള്ള 2-3 പെറ്റൽസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി അതേപോലെ തന്നെ വീതി കുറഞ്ഞ ഒരു പേപ്പർ എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ 3ആയിട്ട് മടക്കിയിട്ട് അത് പെറ്റൽസ് വെട്ടുമ്പം ഒരു പേപ്പറിൻ്റെ പകുതി വെച്ച് വെട്ടണം കേട്ടോ. കാരണം അത് മുഴുവനായി പോവരുത്. ഇതാ നിവർത്തുമ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടണം. കാരണം അത് തമ്മിൽ തൊട്ട് നിൽക്കണം. ഇനി ഇതാ നമ്മളൊരു അല്പം വലിപ്പമുള്ള തെർമോക്കോൾ ബോൾ എടുക്കുകയാണ്. അത് നമ്മളിതാ ഒരു സ്റ്റിക്കിലേക്ക് കുത്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് പശ തേച്ചിട്ട് ഒരു റെഡ് കളർ പേപ്പർ നമുക്കതിൽ ആദ്യം ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ആ പേപ്പറിൻ്റെ താഴെയൊക്കെ നമുക്ക് പശ തേച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത് ആ 2ാമത് മുറിച്ച പെറ്റൽസില്ലേ, അതാണ് കേട്ടോ. ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ സെൻറ്റർ മാത്രമേ പശ തേച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി മോൾ വശവും കൂടി കുറച്ച് പശ തേച്ചിട്ട് ഒന്ന് ചേർത്ത് ഒട്ടിക്കണം കേട്ടോ. ഒരു മുട്ടിൻ്റെ ഉള്ളിലൊരു മുട്ടായിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ. പിന്നെ അതിൻ്റെ അടിവശത്തും നമുക്ക് ഇതുപോലെ പശ തേച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഒരു മുട്ടായിട്ട് ഇരിക്കണത്. ഇനി അടുത്തതും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ പശ തേച്ചിട്ട് അത് ഏറ്റവും അടിയിലും കൂടി പശ തേച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി 2ാമത് തേക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതേമാതിരി നേരത്തെ ചെയ്ത പോലെ തന്നെ മോൾ വശത്ത് പശ തേച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്ക് ആദ്യം മുറിച്ച് വെച്ചിരുന്ന പെറ്റൽസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു. 2ാമത് ഒട്ടിക്കുമ്പം ആദ്യം ഒട്ടിച്ച പെറ്റലിൻ്റെ ബാക്ക് വശത്തു നിന്നായിരിക്കണം നമ്മൾ അടുത്ത് ഒട്ടിക്കേണ്ടത്. അതേപോലെ തന്നെ പിന്നെ ഒട്ടിക്കുന്നതൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒട്ടിച്ച പെറ്റലില്ലേ അതിൻ്റെ ഒരല്പം ബാക്കിൽ നിന്ന് നമ്മൾ ഒട്ടിച്ചു തുടങ്ങണം. 3 പെറ്റൽ ഒട്ടിച്ച് കഴിയുമ്പം നമ്മൾ ആ 2 പെറ്റൽസിന്റെ ഇടയിൽ വരുന്ന ഭാഗില്ലേ, അവിടെ ആയിരിക്കണം കേട്ടോ അടുത്തത് ഒട്ടിക്കേണ്ടത്. അങ്ങനെ ഏകദേശം അവസാനം ഒട്ടിക്കുന്ന ആ പെറ്റൽസൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും പെൻസിലോ പേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് പുറകിലേക്കൊന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എന്തോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിടർന്നു വന്നു. അപ്പോൾ കുറച്ച് പശ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. അതെല്ലാം ശരിയാക്കി വന്നു കഴിഞ്ഞപ്പം ആദ്യം ചെയ്ത പെറ്റൽസൊക്കെ പിന്നെ പഴയ പോലെ ആയി. അപ്പം ഞാൻ ഒന്നും കൂടി അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. ഇനി ലാസ്റ്റ് പെറ്റൽസുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ആ 2 പെറ്റലിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് പതുക്കെ ഒന്ന് മലത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. പിന്നെ ക്രേ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒട്ടിച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഇത് മുഴുവൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ആ പൂവിൻ്റെ അടിയിലുള്ള ചെറിയ ലീഫില്ലേ, അതുണ്ടാക്കാനായിട്ടാണ് ഒരു ഗ്രീൻ കളർ പേപ്പർ ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് വിടർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു രീതി കിട്ടും. കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് നമുക്ക് കമ്പിൻ്റെ ഇടയ്ക്കിടെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റ് ആ ഒരു ലുക്കിലേക്ക് വരുള്ളൂ. ഒട്ടിച്ചു കൊടുത്തപ്പോൾ കണ്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ഇനി ആ കമ്പിൽ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ലീഫ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, പക്ഷെ ഇതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതൊരു ഷോർട്സ് ആക്കിയിട്ട് ഇടാം. ഇത് ഞാൻ എടുത്തു വെച്ചു, പക്ഷെ ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ ഒന്നും അറിയാത്ത കാരണം ഞാനത് ഇട്ടിട്ടില്ല. പക്ഷെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ റോസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് നോക്ക്, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടല്ലേ. കറക്റ്റ് ആ റെഡ് ആയപ്പോൾ നല്ല റെഡ് റോസിന്റെ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു റോസ് 2 എണ്ണം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ തെർമോക്കോൾ ബോളിന് പകരം ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.